അടുത്ത റിമാർക്ക് കോഷി ഡിസ്ട്രിബ്യൂഷൻ്റെ അഡിറ്റീവ് പ്രോപ്പർട്ടിയാണ്. അഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് കോഷി ഡിസ്ട്രിബ്യൂഷൻ. സി x1 and x2 are independent Cauchy variates with parameters lambda1, mu1 and lambda2, mu2. Then x1 plus x2 is a Cauchy variate with parameters lambda1 plus lambda2 and mu1 plus mu2. എന്താ പറഞ്ഞിരിക്കുന്നത്? x1ഉം x2ഉം ഇൻഡിപെൻഡൻറ്റ് കോഷി വേരിയേറ്റ്സ് ആണ്. x1ൻ്റെ പാരാമീറ്റേഴ്സ് ലാംഡ1ഉം mu1ഉം ആണ്. x2ൻ്റെ പാരാമീറ്റേഴ്സ് ആർ ലാംഡ2 ആൻഡ് mu2. അങ്ങനെയാണെങ്കിൽ x1ൻ്റെയും x2ൻ്റെയും സം, ദാറ്റ് ഇസ് x1 plus x2 ഇസ് ഓൾസോ എ കോഷി വേരിയേറ്റ്. x1 plus x2ഉം ഒരു കോഷി വേരിയേറ്റ് ആണ്. x1 plus x2ൻ്റെ പാരാമീറ്റേഴ്സ് വിൽ ബി ലാംഡ1 plus ലാംഡ2 ആൻഡ് mu1 plus mu2. സി x1 എന്താ ഫോളോ ചെയ്യുന്നത്? കോഷി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് ലാംഡ1, mu1. x2 എന്താ ഫോളോ ചെയ്യുന്നത്? കോഷി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് ലാംഡ2, mu2. ആൻഡ് x1ഉം x2 എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ x1 പ്ലസ് x2യും എന്താ ഫോളോ ചെയ്യുക? കോഷി ഡിസ്ട്രിബ്യൂഷൻ തന്നെയായിരിക്കും ഫോളോ ചെയ്യുക. x1 പ്ലസ് x2ൻ്റെ പാരാമീറ്റേഴ്സ് എന്തായിരിക്കും? ലാംഡ1 പ്ലസ് ലാംഡ2 ആൻഡ് mu1 പ്ലസ് mu2. ഓക്കെ, ഇതാണ് അഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് കോഷി ഡിസ്ട്രിബ്യൂഷൻ പറയുന്നത്. നമുക്കിതെങ്ങനെയാണ് പ്രൂവ് ചെയ്തെടുക്കുന്നത് നോക്കാം. സി നമ്മൾ പറഞ്ഞു ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് റിമാർക്ക് യൂസ് ചെയ്യാം. ഇഫ് y ഇസ് എ കോഷി വേരിയേറ്റ് വിത്ത് പാരാമീറ്റർ ലാംഡ ആൻഡ് മ്യൂ. y എന്താണ്? ഒരു കോഷി വേരിയേറ്റ് ആണ് വിത്ത് പാരാമീറ്റർ ലാംഡ ആൻഡ് മ്യൂ. അങ്ങനെയാണെങ്കിൽ yൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്താണ്? phi y ഓഫ് t ഇസ് e പവർ i mu t മൈനസ് ലാംഡ ഇൻറ്റു മോഡുലസ് ഓഫ് t വെർ ലാംഡ ഇസ് ഗ്രേറ്റർ ദാൻ 0. ഇത് റിമാർക്ക് 1ൽ നമ്മൾ കണ്ടുപിടിച്ച കാര്യമാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അഡിറ്റീവ് പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സി phi xj of t can be written as exponential of I into mu j of t minus lambda j into modulus of t, where j is taking the value 1 and 2. So phi xj of t എന്താണെന്ന് നമ്മൾ എഴുതി. ഇനി നമുക്ക് എന്താ വേണ്ടത്? x1 plus x2ൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനാണ് വേണ്ടത്. x1 plus x2ൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഇസ് ഗിവൻ ബൈ phi x1 plus x2 of t. Okay, phi x1 plus x2 of t can be written as phi x1 of t into phi x2 of t. കാരണം x1ഉം x2ഉം ഇൻഡിപെൻഡൻ്റ് ആണ്. So by the property of characteristic function, phi x1 plus x2 of t can be written as phi x1 of t into phi x2 of t. ഈ phi x1 of t into phi x2 of t എഴുതി നമ്മളതിനെ എന്താ പറയുക, രണ്ടും കൂടെ ക്ലബ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇക്വലൻറ്റ് ടു എക്സ്പൊണൻഷ്യൽ ഓഫ് ഐ ടി ഇൻറ്റു mu1 plus mu2 മൈനസ് ഓഫ് ലാംഡ1 plus ലാംഡ2 ഇൻറ്റു മോഡുലസ് ഓഫ് ടി. ദിസ് ഇസ് ഇക്വാലൻറ്റ് ടു ദ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഓഫ് x1 plus x2. ഓക്കെ, ആൻഡ് ഈ x1 plus x2 എന്താ ഫോളോ ചെയ്യുക? കോഷി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ1 plus ലാംഡ2 ആൻഡ് mu1 plus mu2. ഓക്കെ, സോ ഇതാണ് അഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് കോഷി ഡിസ്ട്രിബ്യൂഷൻ. x1ഉം x2ഉം ഇൻഡിപെൻഡൻറ്റ് കോഷി വേരിയേറ്റ്സ് ആണ്. x1 എന്താണ്? x1ൻ്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ലാംഡ1ഉം mu1ഉം ആണ്. x2ൻ്റെ പാരാമീറ്റേഴ്സ് ലാംഡ2ഉം mu2 ആണ്. അങ്ങനെയാണെങ്കിൽ x1 plus x2 എന്ന് പറഞ്ഞിട്ടുള്ള സമ്മിൻ്റെ എന്താണ്? സം എന്തായിരിക്കും ഫോളോ ചെയ്യുക? കോഷി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുക. x1 plus x2ൻ്റെ പാരാമീറ്റേഴ്സ് വിൽ ബി ലാംഡ1 plus ലാംഡ2 ആൻഡ് mu1 plus mu2. ഇതാണ് അഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് കോഷി ഡിസ്ട്രിബ്യൂഷൻ. ഇനി അടുത്ത റിമാർക്ക് നോക്കാം. Third remark, since phi dash x of t in 9.31, ഈ 9.31 എന്ന് പറയുന്ന ഇക്വേഷൻ ഇസ് എന്താണ്? phi x of t ഇസ് e പവർ മൈനസ് മോഡുലസ് ഓഫ് t. ഇതാണ് 9.31 എന്നുള്ള ഇക്വേഷൻ. Since phi dash x of t in 9.31 does not exist at t is equal to 0, the mean of the Cauchy distribution does not exist. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിമാർക്കാണ്. സി ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഓഫ് കോഷി വേരിയേറ്റ് ഇസ് വാട്ട്? ഇ പവർ മൈനസ് മോഡുലസ് ഓഫ് ടി. ഈ ഇ പവർ മൈനസ് മോഡുലസ് ഓഫ് ടി എന്താണ്? ഇതിൻ്റെ ഫൈ എക്സ് ഓഫ് ടീൻ്റെ ഫസ്റ്റ് ഡിഫറൻഷിയേഷൻ, അതായത് ഫൈ ഡാഷ് എക്സ് ഓഫ് ടി അറ്റ് ടി ഇസ് ഈക്വൽ ടു 0 ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇത് എക്സിസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ എന്താ? മീൻ ഓഫ് ദ കോഷി ഡിസ്ട്രിബ്യൂഷൻ ഡസ് നോട്ട് എക്സിസ്റ്റ്. കോഷി ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ത് ചെയ്യുന്നില്ല? എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സിൻസ് ഫൈ എക്സ് ഓഫ് ടി എന്താണ്? ഇസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് ടി ഈസ് ഈക്വൽ ടു 0. കോഷി ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കോഷി ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നോ, ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ആൻഡ് ഫോർത്ത് റിമാർക്ക് നോക്കാം. Let x1, x2, etc. xn be a sample of n independent observations from a standard Cauchy distribution and define x bar as 1 by n summation xi.
സോ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് കോഷി ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് n ഇൻഡിപെൻഡൻറ്റ് ഒബ്സർവേഷൻസ് എടുക്കുകയാണ്. ഫ്രം എ സ്റ്റാൻഡേർഡ് കോഷി ഡിസ്ട്രിബ്യൂഷൻ വി ആർ ടേക്കിംഗ് n ഇൻഡിപെൻഡൻറ്റ് ഒബ്സർവേഷൻസ്. ഏതൊക്കെയാണ് ഈ ഒബ്സർവേഷൻസ്? x1, x2, x3, etc. till xn. So from this standard Cauchy distribution we are taking n independent observations and we are defining arithmetic mean x bar as 1 by n summation xi. നമ്മൾ arithmetic mean define ചെയ്തു x bar. ഇനി എന്താണ് ഈ x ബാറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ is given by phi x bar of t. Sorry. Phi x bar of t can be written as phi summation xc. Phi x bar of t എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. phi x bar can be written as summation xi by n of t. x bar എന്ന് പറയുന്നത് എന്താണ്? summation xi by n summation xi by n ആണ്. so phi x bar of t can be written as phi summation xi by n of t, and this can be written as phi summation xi of t by n. Phi summation xi by n of t can be written as phi summation xi t by n, and this is equivalent to product j from 1 to n phi xj of t by n, and this is equivalent to phi xj of t by n the whole power n. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുന്നത് xj's എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ടാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡ് കോഷി ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് നമ്മൾ n ഇൻഡിപെൻഡൻറ്റ് ഒബ്സർവേഷൻസ് ആണ് എടുക്കുന്നത്. ബിക്കോസ് ഓഫ് ദാറ്റ് വി കുഡ് റൈറ്റ് phi xj of t by n the whole power n. ആൻഡ് നമുക്കറിയാം phi x of t എന്താണ്? e പവർ മൈനസ് മോഡുലസ് ഓഫ് t ആണ്. സോ phi xj of t by n എന്തായിരിക്കും? e പവർ മൈനസ് മോഡുലസ് t by n ആയിരിക്കും. സോ phi xj of t by n the whole power n will be e പവർ മൈനസ് മോഡുലസ് ഓഫ് t by n the whole power n, which is equal to e power minus modulus of t, and e power minus modulus of t is the characteristic function of x variate. Okay, so e power minus modulus of t is equal to phi x of t. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? സി ദ അരിത്തമെറ്റിക് മീൻ എക്സ് ബാർ ഓഫ് എ സാമ്പിൾ x1 to xn ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഒബ്സർവേഷൻ ഫ്രം എ സ്റ്റാൻഡേർഡ് കോഷി ഡിസ്ട്രിബ്യൂഷൻ ഇസ് ഓൾസോ എ സ്റ്റാൻഡേർഡ് കോഷി വേരിയേറ്റ്. നമ്മൾ പറഞ്ഞു ഒരു സ്റ്റാൻഡേർഡ് കോഷി ഡിസ്ട്രിബ്യൂഷനിൽ നിന്നാണ് നമ്മൾ n ഇൻഡിപെൻഡൻറ്റ് ഒബ്സർവേഷൻസ് x1 to xn എടുക്കുന്നത്. ആൻഡ് വി ആർ ഡിഫൈനിങ് എക്സ് ബാർ. എക്സ് ബാർ എന്ന് പറയുന്നത് എന്താണ്? അരിത്തമെറ്റിക് മീൻ ആണ്. എക്സ് ബാർ ആസ് സമ്മേഷൻ xi by n. ഇനി ഈ എക്സ് ബാറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ കണ്ടപ്പോൾ ഇത് എന്തിന് ഇക്വലൻ്റ് ആണ്? phi x of t ൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷന് സെയിം ആണ്. സോ എക്സ് ബാർ അരിത്തമെറ്റിക് മീനും എന്താണ് ഫോളോ ചെയ്യുന്നത്? അരിത്തമെറ്റിക് മീൻ ഇസ് ഓൾസോ ഫോളോയിങ് എ സ്റ്റാൻഡേർഡ് കോഷി വേരിയേറ്റ്. അരിത്തമെറ്റിക് മീൻ ഇസ് ഓൾസോ എ സ്റ്റാൻഡേർഡ് കോഷി വേരിയേറ്റ്. ആ ഒരു അസംഷനിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഓക്കെ, സോ ഒരു സ്റ്റാൻഡേർഡ് കോഷി ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് n ഇൻഡിപെൻഡൻറ്റ് ഒബ്സർവേഷൻസ് എടുക്കുന്നു x1 to xn, ആൻഡ് വി ഡിഫൈനിങ് അരിത്തമെറ്റിക് മീൻ എക്സ് ബാർ ആസ് സമ്മേഷൻ xi by n. ഈ എക്സ് ബാറും എന്തായിരിക്കും? സ്റ്റാൻഡേർഡ് കോഷി വേരിയേറ്റ് ആയിരിക്കും. ഓക്കെ, അടുത്തത് മൊമെൻറ്റ്സ് ഓഫ് കോഷി ഡിസ്ട്രിബ്യൂഷൻ. യൂഷ്വലി കോഷി ഡിസ്ട്രിബ്യൂഷൻ്റെ മൊമെൻറ്റ്സ് വോണ്ട് എക്സിസ്റ്റ്. സി for the Cauchy distribution the moments mu r where r is greater than or equal to 2 do not exist. Cauchy distribution moments usually r greater than or equal to 2 ആണെങ്കിൽ എക്സിസ്റ്റ് ചെയ്യില്ല. ഇത്രയും കാര്യങ്ങളാണ് Cauchy ഡിസ്ട്രിബ്യൂഷനിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിക്കുക, നമുക്കത് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ.